ചിക്കൻ കറിയായി, നെയ്ച്ചോറായി, ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കില്ലേ, നല്ലതല്ലേ? തുടങ്ങിയാലോ. അപ്പം നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇടാം, മല്ലിപ്പൊടി ഇടാം. പക്ഷെ അധികം മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കാരണം മല്ലിപ്പൊടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയുന്നതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടി അധികം ഇടാൻ വിചാരിച്ചു. ചിക്കൻ നന്നായി കഴുകിയിട്ടാണ് പിന്നെ നന്നായിട്ടിട്ടാൽ പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി ഇടാറുണ്ട്. പിന്നെ ഈ മുളക് പൊടി അധികമായിട്ടുണ്ടെങ്കിൽ കുറവായിട്ടുണ്ടെങ്കിൽ അല്ല, ടേസ്റ്റ് കുറവായത് കൊണ്ട് തന്നെ കുറച്ചധികം മുളക് പൊടിയെല്ലാം ഇടാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ കാശ്മീരി ആയിട്ടുള്ള ഇട്ടു. ഇനി നമുക്ക് സാധാ കളറുള്ള മുളക് പൊടി ഉണ്ടാവില്ലേ, അതാണ് ഇടുന്നത്. പിന്നെ ഉപ്പ് ഇടണം. ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടുന്നത് കാണിച്ചു തന്നിട്ടില്ല, ഉപ്പ് ഞാൻ ലേറ്ററാണ് ഇട്ടത്. സോ ഉപ്പ് ഇടുന്നത് കൂടി ഉണ്ട്. ഈ ഗരം മസാല കമ്പൽസറിയാണ്. ഗരം മസാല സോറി, മല്ലിപ്പൊടി നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ടേസ്റ്റിനാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കാശ്മീരി പൗഡറും ചില്ലി പൗഡറും മാത്രം ഇട്ടാൽ മതി. ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് കൂടുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇനി ഇടുന്നത് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ചൊരു കയ്യിൽ എത്രയാണ്, ഈ 5 വിരൽ കൂട്ടിപ്പിടിച്ചാൽ അത്ര മതി, അധികം ഇടണ്ട. പിന്നെ കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കാം, കുറച്ചധികം ഇട്ട് കൊടുക്കാം. പിന്നെ അധികം കുറക്കൊന്നും വേണ്ട. പിന്നെ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. വെളിച്ചെണ്ണ പിന്നെ സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇടുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഓയിലി ആൻഡ് ഫ്ലഫി ആയിട്ട് ഇട്ടാലാണ്. അതാവുമ്പോൾ നമ്മൾ പാനിൽ അധികം ഓയിൽ ഒഴിച്ച് കളിക്കണ്ടല്ലോ, ചെറുങ്ങനെ ഒഴിച്ചാൽ മതി. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, വെള്ളം ഉണ്ടായിരുന്നില്ല, സോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ വേവിച്ചു. നമുക്ക് ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഇത് പെരക്കി കൊടുക്കണം. നല്ലോണം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ വേണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഉണ്ടാവില്ല, ചെറുനാരങ്ങ ഒഴിക്കുക, അല്ലെങ്കിൽ വിനേഗർ ഒഴിച്ചാലും നന്നായിരിക്കും. നമുക്കിതെല്ലാം കൂടി കഴിഞ്ഞക്കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ആ കടുക് ഒരു സാധനമില്ലേ, അതെന്ന് വെച്ചാൽ ഞാൻ വെളുത്തുള്ളി ചതച്ച് ചേർത്തിനായിരുന്നു. ഇതിപ്പോൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ചെയ്തിന്. ഇതെല്ലാം ഇടുമ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മളെ ഉപ്പുമുളക് ഇട്ട മണമായിരുന്നു, നല്ല മണമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും ഇല്ലെങ്കിൽ വിനേഗർ ഉണ്ടെങ്കിൽ വിനേഗർ ഒഴിച്ചാൽ നല്ലതാണ്. നമുക്കതെല്ലാം കൂടി എല്ലാം മാഗ്നേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം കൂടി ഞാൻ കുറച്ച് ഓൾമോസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണെങ്കിൽ ഒന്ന് അടിച്ചൊടുത്തിട്ട് കുറച്ച് ഞാൻ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ആ വെളിച്ചെണ്ണ കുറവായിരുന്നു, കുറച്ച് കുളമായിപ്പോയി. അതുകൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചോ. ഇപ്പം നാരങ്ങ ആയാലും കുറച്ചധികം പിഴിയണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നാരങ്ങയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾ നാരങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ. അതാവുമ്പോൾ മസാലയൊക്കെ ഇനി നേരെ പിടിക്കും. ഞാൻ പൊരിക്കുമ്പോൾ പിടിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് 5 മിനിറ്റ്സ് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് അപ്പം കാണാം. ബൈ. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ സെറ്റായിട്ടുണ്ട്. കത്തിച്ചിട്ട് നമുക്ക് ചൂടായിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അവരുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്താ പറയുക, കുറയാൻ പാടില്ല, അല്ലെങ്കിൽ മുരിയൂല, വേകൂല. സോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് വേണ്ടത് നന്നായി പരത്തിക്കണം. വെളിച്ചെണ്ണ കുറവാൻ നോക്കാൻ വേണ്ടി നന്നായി പരത്തിയിട്ട് ഇങ്ങനെ കൊടുക്കണം. പാന് ചൂടായിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. നന്നായി ഇങ്ങനെ പരത്തി കൊടുക്കുക. ചൂട് കിട്ടുന്ന സ്ഥലത്താണെന്നാണ് നമുക്ക് പാത്രം വെച്ച് ചെയ്യേണ്ടത്. എൻ്റെ കുറച്ച് വെളിച്ചെണ്ണ കുറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഉള്ളൂ. കുറച്ച് അധികം ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് നന്നായി ഫ്രൈ ആവും. കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഫ്രൈ ആവും. പിന്നെ ഗ്യാസ് ഉണ്ട് കേട്ടോ, ഗ്യാസ് എടുക്കായിട്ടാണ്. ഇതും കൂടി കുറച്ച് നൊസ്റ്റാൾജി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതല്ലോ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ, പുകയെല്ലാം കയറി പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് പുകയെല്ലാം കയറി കണ്ണൊക്കെ നിറഞ്ഞു പോയിന്. സോ നമുക്ക് ചിക്കൻ ഇട്ടെടുക്കാതെ അങ്ങനെ സാധനം ഇടാൻ തുടങ്ങി. നമുക്ക് ഞാൻ അതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു കേട്ടോ. വെയിറ്റ്. നല്ലോണം എരിയുന്നുണ്ട് ഫ്രണ്ട്സ്. ഓരോന്നായിടാം. ഞാൻ ബോൺലെസ് ആട്ടോ എടുത്ത്, ചിക്കനില്ല, കൊട്ടില്ലാത്ത എന്നാണ്. ഒന്ന് ഞാൻ കൊട്ടുള്ള എടുത്തിന്, വേറൊന്നും ഞാൻ കൊട്ടില്ലാത്ത എടുത്തിട്ടില്ല കേട്ടോ. നോക്കിങ്ങനെ ഇതുണ്ടോ, വെളുത്തുള്ളിയൊക്കെ ഉണ്ട്.
നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. നമുക്കിത് വേകുന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ സംഭവം സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. കണ്ടു തീയിലും കത്തിയിട്ടുണ്ട്. ജസ്റ്റ് വെള്ളം മുരിയുന്നുണ്ട്. ഹലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ടേസ്റ്റ് നോക്കാം. സംഭവം ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പിനെസ് എല്ലാം കൂടിയിട്ടുള്ളതാണ്. നോക്കി, ശരി, ബൈ.